ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മൗനരാഗത്തിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ പ്രകാശൻ അറിയാത്ത പ്രകാശന്റെ ആ ഒരു മോള് കാർത്തിക, അവളും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. അച്ഛാ, എനിക്ക് നിങ്ങളെ കണ്ടിട്ട് ശരിക്കും എൻ്റെ അച്ഛൻ്റെ ഓർമ്മയാണ് വരുന്നത്. അദ്ദേഹത്തോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പുള്ളിക്കാരനാണെങ്കിൽ പെൺപിള്ളേരെ കാണുന്നത് പോലും കലിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ അച്ഛനോട് വലിയ താല്പര്യമില്ല. പക്ഷേ എപ്പോഴോ എൻ്റെ അച്ഛൻ്റെ ആ ഒരു മുഖഛായ അത് നിങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. പ്രകാശനാണെങ്കിലോ 100 വട്ടം സമ്മതമാണ്. എന്തായാലും അത്യാവശ്യം ചിക്കിളിയുള്ള കൂട്ടത്തിലാണല്ലോ ഈ പെങ്കൊച്ച്. ഇവളെ നമ്പി നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സുഖിച്ച് ജീവിക്കാം. ഇത് തന്നെയാണ് നമ്മുടെ പ്രകാശിന്റെ മനസ്സിലിരിപ്പ്. അങ്ങനെ പ്രകാശൻ പറഞ്ഞു, മോളെ, എനിക്ക് 2 പെൺമക്കളുണ്ടായിരുന്നു. ഞാനേ അവരെ എൻ്റെ കൈവെള്ളയിൽ വെച്ചാ വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷെ അവരാണെങ്കിൽ വിവാഹമൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണെങ്കിൽ അവരെന്നെ ഉപേക്ഷിച്ച് പോവുക ചെയ്തത്. ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഇവളോട് ഇങ്ങനെ പ്രകാശം സംസാരിക്കുമ്പോഴത്തേക്കിനും അച്ഛൻ ഇനി വിഷമിക്കുമൊന്നും വേണ്ട മോളെ, എനിക്കൊരു അമ്മ കൂടിയുണ്ട്. ആ അമ്മ മാത്രമാണ് എന്നും എന്നോടൊപ്പം നിന്നിട്ടുള്ളത്. എൻ്റെ ഭാര്യ പോലും എന്നെ ഉപേക്ഷിച്ച് മക്കളോടൊപ്പം പോയി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഭയങ്കര സെന്റിമെന്റ്സിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് പ്രകാശൻ. പ്രകാശിന്റെ ഉള്ളിലിരിപ്പും പ്രകാശൻ എത്രമാത്രം ദുഷ്ടനാണ് എന്നുള്ള കാര്യം ഒക്കെ ഈ മൂത്ത മോൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ അവളാണെങ്കിലും താൻ പറയടോ, തന്നെ ഞാനങ്ങ് വാനോളം ഉയർത്തും, അതിനുശേഷം തന്നെ എടുത്ത് ഞാനങ്ങ് താഴത്തോട്ട് ഇടുവെന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ മനസ്സിൽ പിറുപിറുക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണെങ്കിൽ പ്രകാശൻ നേരെ വരിക നമ്മുടെ മൂങ്ങാമുത്തശ്ശിയുടെ അടുത്തേക്ക്. അമ്മയുടെ അടുത്ത് വന്നിട്ട്, അമ്മയുടെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എനിക്ക് എൻ്റെ അമ്മയ്ക്കും ഇനി ഒരു കാരണം വെച്ചാലും ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല. ദേ, ഞാൻ അതുപോലെയുള്ള ഒരു മുതലാളിയെ കണ്ടുപിടിച്ചു. എന്തായാലും ആ പെങ്കൊച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് വളരെ വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് കിരണിൻ്റെയും കല്യാണിയുടെയും മുന്നിൽ നമുക്ക് തല ഉയർത്തി നിൽക്കാനും ഒക്കെ പറ്റും. മോനേടാ, നീ ആ കൊച്ചിൻ്റെ കാര്യമാണോ ആ പറയുന്നത്? ആ കാർത്തിക എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ കാര്യം? അതെ അമ്മേ, അത് തന്നെയാ ഞാൻ പറയുന്നത്. ദേ അമ്മേ, അവള് എന്നെയും അതുപോലെ തന്നെ അമ്മയെയും അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അവൾക്ക് പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ലാന്നാ പറഞ്ഞത്. എന്തായാലും അവളുടെ അച്ഛൻ്റെ രൂപസാദൃശ്യം എനിക്ക് ഉണ്ടെന്നും അദ്ദേഹത്തോട് ദേഷ്യമാണെങ്കിലും ആ ഒരു രൂപസാദൃശ്യം ഉള്ളത് കൊണ്ട് എന്നോട് വലിയ താല്പര്യമൊക്കെയാണ്. അതുകൊണ്ട് എന്നെ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അമ്മയ്ക്കറിയാലോ, പെൺപിള്ളേരെ എനിക്ക് കണ്ണ് കീറി കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ അവളോട് ആ കാര്യങ്ങളൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ അമ്മയ്ക്കൊരു മുന്നറിയിപ്പ് തന്നതാണ്. ആ കൊച്ചെങ്ങാനും എന്തെങ്കിലും കാര്യം എൻ്റെ മക്കളെക്കുറിച്ച് ചോദിക്കുവാണെങ്കിൽ, ദേ, പെമ്മക്കളെ ജീവന് തുല്യം സ്നേഹിച്ച ഒരു അച്ഛനാണ് ഞാൻ എന്നുള്ള കാര്യമൊക്കെ അമ്മ പറഞ്ഞു വെച്ചേക്കണം. അമ്മയ്ക്ക് അറിയാലോ. എടാ മോനെ, ദേ, നീ എന്നോട് പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണോ? എന്തായാലും ഇനി അവളായിരിക്കുമല്ലേ നമ്മളെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്ന അത് അവളായിരിക്കുമല്ലേ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മൂങ്ങാമുത്തശ്ശി ഇങ്ങനെ സംസാരിക്കുമ്പം, അത് തന്നെയാണമ്മേ. ഇനി അവളെ വെച്ച് ഞാൻ സുഖസുന്ദരമായിട്ട് ജീവിക്കും. അവൾ അത്യാവശ്യം കാശുള്ള വീട്ടിലെ കൊച്ച. അവളാണെങ്കിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാവും. അമ്മ നല്ല രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി അവളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നിർത്തിയേക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ വലിയ കാര്യത്തിന് പ്രകാശൻ ഇങ്ങനെ സംസാരിച്ചപ്പോ, മോനെ, നിനക്ക് എന്തൊക്കെയോ ഒരു ദുരുദ്ദേശമൊക്കെ ഉണ്ടല്ലോ, നിന്റെ മനസ്സിലിരിപ്പ് വേറെന്തൊക്കെയോ ആണല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പം, നിങ്ങൾ എൻ്റെ അമ്മ തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലേ എന്നും പറഞ്ഞിട്ട് പ്രകാശനാണെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. എടാ, നിന്റെ മോൻ വിക്രം അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ ഇവളെയും കൂടെ കെട്ടിക്കാനല്ലേ നീ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായി നിന്റെ റൂട്ടൊക്കെ. എന്തായാലും നടക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയാം. ഇനി ഇവള് നമുക്ക് എന്തെങ്കിലും പാര വെക്കുമോന്ന് അറിയത്തില്ലല്ലോ. മോനേടാ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം, അമ്മേ, അതിനൊക്കെ ഞാനൊരു മാർഗം കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ഇവള് നമ്മുടെ വിക്രത്തെക്കാളും കുറച്ചുകൂടെ വയസ്സിന് മൂത്തതാണോ എന്ന്. എടാ, അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലടാ. ദേ, നിന്റെ വിക്രം എന്ന് പറയുന്ന രാജകുമാരൻ അവൻ 2 കെട്ടിയതല്ലേ? അതുമല്ല, അവനൊരു ജയിൽ പുള്ളിയാണ്. എന്തായാലും ഒരുപാട് കുറ്റവും കുറവും ഒക്കെ നമ്മുടെ ചെറുക്കനും ഉണ്ട്. അതുകൊണ്ട് ദേ, ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഇച്ചിരി മൂത്തതാണെങ്കിലും അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിൽ അതങ്ങ് നടത്താനുള്ള കാര്യങ്ങൾ നോക്കടാന്ന് പറഞ്ഞു. അങ്ങനെ നല്ല അമ്മ മകന് നല്ല രീതിയിൽ ഉപദേശമൊക്കെ കൊടുത്തു.
പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ദാ കാർത്തു എന്ന് പറയുന്ന കാർത്തിക പുള്ളിക്കാരി നമ്മുടെ കിരണിൻ്റെയും അതുപോലെ തന്നെ കല്യാണിയുടെയും ഓഫീസിലെത്തുകയാണ്. എന്തായി കല്യാണി, നമ്മുടെ വീടിൻ്റെ കാര്യമൊക്കെ എല്ലാം റെഡിയായി വരിക എന്നും പറഞ്ഞ് കല്യാണി വലിയ കാര്യത്തിന് ഈ ചേച്ചിയാണെന്നറിയാതെ പുള്ളിക്കാരി അവിടെ പിടിച്ചിരുത്തി. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നീക്കണം, ഞാനൊരു ഡേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, ആ ഡേറ്റിനുള്ളിൽ നമ്മുടെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവില്ലേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ എപ്പോഴേ കംപ്ലീറ്റ് ആണ്, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും മാഡം തീരുമാനിക്കുന്നത് പോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ നീക്കാമെന്ന് പറഞ്ഞു. അതെ കല്യാണി, എന്നതാ ഈ ചെക്ക് അങ്ങ് പിടിച്ചോന്നും പറഞ്ഞ് ഒരു വലിയ തുക തന്നെ നമ്മുടെ കിരണിൻ്റെയും കല്യാണിയുടെയും കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അല്ല, അതിന് ഇത്രയും വലിയ എമൗണ്ട് ഒന്നും വേണ്ടല്ലോ. ഇതൊക്കെ എൻ്റെ ഒരു സന്തോഷമാണ്, ഞാൻ എൻ്റെ ഒരു അനുജത്തിക്ക് കൊടുക്കുന്നതായിട്ട് കണക്കാക്കിയാൽ മതിയെന്നും പറഞ്ഞ് കാർത്തിക വലിയ കാര്യത്തിന് നമ്മുടെ കല്യാണിയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് കാർത്തിക അവിടുന്ന് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ കല്യാണിയും കിരണും കൂടെ ഇരുന്ന് സംസാരിക്കുക. അതെ കിരണേട്ടാ, ഈ മേഡത്തെ കണ്ടിട്ട് എനിക്ക് എപ്പോഴൊക്കെയോ മുൻ പരിചയമുള്ളതുപോലെ തന്നെ തോന്നുക, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെ പോലെ തന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അത് എനിക്കും തോന്നിയായിരുന്നു, എന്തൊക്കെയോ ഒരു അടുപ്പം, നമ്മളോട് പ്രത്യേക ഒരു അടുപ്പമൊക്കെ ഉണ്ടല്ലേ, എന്തിനല്ലേ ഇത്രയധികം പൈസയൊക്കെ നമുക്ക് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് കിരണും ഇങ്ങനെ സംസാരിക്കുമ്പം അതെ കല്യാണി, നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോഫിറ്റൊക്കെ കുറച്ചിട്ട് ഇവർക്ക് നല്ല രീതിയിൽ തന്നെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഞാനും അങ്ങനെ തന്നെയാണ് കിരണേട്ടാ വിചാരിക്കുന്നത്. കാദംബരി ചേച്ചി കൂടി ആ കാർത്തു ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ കല്യാണി പറയുമ്പം എന്തോ എനിക്കറിയില്ല, എന്തായാലും നല്ലൊരു വ്യക്തി തന്നെയാണ്, നമ്മളോടൊപ്പം നിൽക്കുന്നൊരു വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞ് കാർത്തികയെക്കുറിച്ച് നല്ല രീതിയിൽ കിരണും കല്യാണിയും സംസാരിക്കുക. അതിനുശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പ്രകാശനും മൂങ്ങയും കൂടെ കാർത്തികയുടെ വീട്ടിലെത്തുകയാണ്. അപ്പം അവിടെ എത്തിയ പാടെ തന്നെ വരുന്നുണ്ട്, ഇതാണല്ലേ എൻ്റെ അമ്മയെയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനെയും തമ്മിൽ തെറ്റിച്ച ആ മുത്തശ്ശി എന്ന് പറയുന്ന സാധനം. അങ്ങനെ ഇവള് മനസ്സിൽ ആലോചിക്കുമ്പോഴത്തേക്കിനും മോളെ കാർത്തിക മോളെ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ അമ്മയെന്നും പറഞ്ഞ് പ്രകാശം വലിയ കാര്യത്തിന് കാർത്തികയെ അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായി, എന്തായാലും അച്ഛനും അമ്മമ്മയ്ക്കും ഒക്കെ ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാം, എന്ത് സ്വാതന്ത്ര്യത്തോടു കൂടിയും നിങ്ങൾക്ക് ഈ വീട് ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് കല്യാണി ഇവരോട് സംസാരിച്ചപ്പോൾ മോളെ എനിക്ക് ഒരുപാട് സന്തോഷമായി, മോള് നല്ല മിടുക്കി കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാർത്തൂൻ്റെ അടുത്ത് ചെന്നിട്ട് മുത്തശ്ശിയാണെങ്കിലും സോപ്പിടൽ തുടങ്ങി. അപ്പം ഇതൊക്കെ കഴിയുമ്പം നിങ്ങളുടെ റൂം അതാണ്, അവിടെ പോയി റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് പ്രകാശനെയും മൂങ്ങയും കൂടെ ഒരു റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷമാണെങ്കിൽ രണ്ടുപേരും റൂമിലിരുന്ന് ഇങ്ങനെ ആലോചനയാണ്. എടാ പ്രകാശ, ഇവിടെ ഒരു രക്ഷയില്ലല്ലോടാ, എന്തൊക്കെ സൗകര്യങ്ങളാണ്, ഈ AC ഒക്കെ ഇട്ടിട്ട് എനിക്കാണെങ്കിൽ അങ്ങ് കുളിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ സോണിയുടെ വീട്ടിൽ പോയപ്പോൾ മാത്രമല്ലേ ഇത്രയും സന്തോഷത്തിൽ നിന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് നിന്റെ മകനൊരു കല്യാണം കഴിച്ചു, അതാണെങ്കിൽ മീനമാസത്തിലെ ചൂട് പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും പ്രകാശം പറഞ്ഞു, അമ്മേ ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞില്ലേ, ഇനി എന്തായാലും നമുക്കും ഇതുപോലെയുള്ളൊരു വീടുണ്ടാക്കണം, അതിന് ഇവളെ നമ്മൾ കൂടെ നിർത്തണമെന്നൊക്കെ പറഞ്ഞു. അതിന് ഞാൻ എൻ്റെ കാർത്തു മോളെന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ സംസാരിക്കുമ്പം അല്ലടാ കാർത്തികയെന്നോ മറ്റോ അല്ലേ ആ കൊച്ചിൻ്റെ പേര്, പേരൊക്കെ അതൊക്കെ തന്നെയാണ്, പക്ഷേ അവളിപ്പോൾ എന്നെ അച്ഛനായിട്ട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഞാൻ അവളെ കാർത്തു എന്നൊക്കെ വിളിക്കണ്ടേന്നും പറഞ്ഞ് നമ്മുടെ പ്രകാശൻ വലിയ കാര്യത്തിന് സംസാരിച്ചു. നീ എൻ്റെ മോൻ തന്നെയെന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അവനോടിങ്ങനെ വളരെ കാര്യമായിട്ട് അടുത്തിങ്ങനെ സംസാരിക്കുകയാണ്. അതെ, എല്ലാം ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്ന് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇതെന്തോ വലിയൊരു ക്രെഡിറ്റ് പോലെ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും മോനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം, ഇവളെ നമ്മുടെ കൂടെ നിർത്തിയിട്ട് പറ്റിയാൽ നമ്മുടെ വിക്രത്തെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യണം, പിന്നെ നമ്മൾ ഈ സ്വത്തുക്കളൊക്കെ നമ്മുടേതായി മാറുമെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിൽ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പം നമ്മളെ കാണിക്കുന്നത് കാർത്തികയാണ് കേട്ടോ. കാർത്തികയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, അല്ല ഇനി എന്തായാലും മുത്തശ്ശിയെയും അച്ഛനെയും ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഇവറ്റകളെയൊക്കെ നല്ല രീതിയിൽ ഞാനങ്ങ് സുഖിപ്പിച്ചതിന് ശേഷം എടുത്ത് താഴെയിട്ട് ചവിട്ടി അരയ്ക്കും എന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ പ്രകാശന് വേണ്ടിയിട്ട് എന്തോ വലിയൊരു മുട്ടൻ പ്ലാനിങ് നമ്മുടെ കാർത്തു പ്ലാൻ ചെയ്യുന്നുണ്ട്. കൂടപ്പറപ്പുകളെയൊക്കെ കൂടെ നിർത്തിയിട്ട് പ്രകാശൻ എന്ന് പറയുന്ന അച്ഛനിട്ട് ആ പണി കൊടുക്കാനിരിക്കുന്നത് ഇനി എന്തായാലും വരുന്ന എപ്പിസോഡുകളിലൊക്കെ ഉണ്ടാവും, അത് കാത്തിരുന്ന് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.